Hi, my dear students. Welcome back to the next topic, Elements of Direction. മാർഗനിർദ്ദേശത്തിന്റെ ഘടകങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിറക്ഷൻ എന്താണ്, അതിന്റെ മീനിങ് എന്താണ്, പ്രിൻസിപ്പിൾസ്, ക്യാരക്ടറൈസേഴ്സ് ഇവയൊക്കെ പഠിച്ചു. ഇനി ഡിറക്ഷൻ ഫംഗ്ഷന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. 4 ഘടകങ്ങളാണ് ഡിറക്ഷൻ ഫംഗ്ഷൻ ഉള്ളത്. ഒന്ന് സൂപ്പർവിഷൻ, മീൻസ് മേൽനോട്ടം. 2 മോട്ടിവേഷൻ, മീൻസ് പ്രചോദനം. 3 കമ്മ്യൂണിക്കേഷൻ, മീൻസ് ആശയവിനിമയം. 4 ലീഡർഷിപ്പ്, മീൻസ് നേതൃത്വം. ഈ 4 എലമെന്റുകളെ കുറിച്ചാണ് ഇനിയുള്ള ഈ ചാപ്റ്ററിലെ ഡിസ്കഷൻസ് മുഴുവനും. അതിൽ എന്താണ് സൂപ്പർവിഷൻ എന്നും സൂപ്പർവിഷന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് എലമെന്റ് സൂപ്പർവിഷൻ. സൂപ്പർവിഷൻ മീൻസ് മേൽനോട്ടം. സൂപ്പർവിഷന്റെ പ്രാധാന്യവും സൂപ്പർവൈസറുടെ റോളും ഇവയൊക്കെ മനസ്സിലാക്കുന്നതിനായി ഇന്ന് നമുക്കൊരു പുതിയ കേസ് ഡിസ്കസ് ചെയ്യാം. മാതിരപ്പള്ളിയിലെ കോൺട്രാക്ടർ ജോർജ് കുട്ടിയില്ലേ, റോഡുകളുടെ ഒക്കെ മെയിന്റനൻസ് വർക്ക് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു വെൽ നോൺ കോൺട്രാക്ടർ ആണല്ലോ അദ്ദേഹം. അദ്ദേഹത്തിനാണ് ഇത്തവണ കോതമംഗലം, മൂവാറ്റുപുഴ, തൊടുപുഴ റോഡുകളുടെ മെയിന്റനൻസ് വർക്ക് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് വേറെ ഒരുപാട് വർക്കുകൾ ലഭിച്ചിട്ടുള്ളത് കാരണം ഈ പുതിയ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സമയം കുറവായിരുന്നു. അതുകൊണ്ട് മിസ്റ്റർ ജോർജ് എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഈ പുതിയ വർക്ക്, അതായത് ഈ തൊടുപുഴ, മൂവാറ്റുപുഴ, കോതമംഗലം റോഡുകളുടെ ഈ മെയിന്റനൻസ് വർക്കിന്റെ കിട്ടിയെന്ന് പറഞ്ഞല്ലോ, ആ വർക്ക് സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ഒരു സൂപ്പർവൈസറെ അദ്ദേഹം നിയമിച്ചു. മിസ്റ്റർ അനു മോഹൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഇപ്പം അനു സൂപ്പർവിഷനായിട്ട് വന്നു. ആ കോൺട്രാക്ട് വർക്കിന്റെ വിവിധ ജോലികളെ കുറിച്ചുള്ള പ്ലാൻസ് അനു തയ്യാറാക്കുകയും വിവിധ ജോലിക്കാർക്ക് ഓരോ വർക്കുകൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവർക്ക് ആവശ്യമായ ഗൈഡൻസ് നൽകുകയും അതുപോലെ തന്നെ ട്രെയിനിങ് കൊടുക്കേണ്ടവർക്ക് ആവശ്യമായ പരിശീലനങ്ങൾ നൽകുകയും അവരത് ഏറ്റവും ഭംഗിയായി ചെയ്യുന്നുണ്ടോ എന്ന് മേൽനോട്ടം വഹിക്കുകയും ഒക്കെ ചെയ്തു. അതുപോലെ തന്നെ വർക്കേഴ്സിന്റെ ഇടയിൽ ഉണ്ടാകുന്ന പരാതികളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികളും അനു കൈക്കൊണ്ടു. കൂടാതെ വർക്കിന്റെ പ്രോഗ്രസിനെ കുറിച്ച് മിസ്റ്റർ ജോർജിന് ഫ്രീക്വന്റ് ആയിട്ട് റിപ്പോർട്ടുകളും സമർപ്പിച്ചു. അങ്ങനെ ആണ് അനു തന്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ഈ കേസിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ് സൂപ്പർവിഷൻ എന്നും സൂപ്പർവിഷന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും ഒക്കെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് അനാലിസിസ് നടത്തി കണ്ടെത്താവുന്നതേ ഉള്ളൂ. നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് പോകാം. ആദ്യം ഇതിന്റെ മീനിങ് ആണ്. The term supervision is derived from 2 Latin words, super and vision. ലാറ്റിൻ വേർഡായ 2 പദങ്ങളിൽ നിന്നാണ് സൂപ്പർവിഷൻ എന്ന ടേം ഉത്ഭവിച്ചിരിക്കുന്നത്. സൂപ്പർ ആൻഡ് വിഷൻ. സൂപ്പർ മീൻസ് ഓവർ ആൻഡ് എബവ് ആൻഡ് വിഷൻ മീൻസ് ടു സീ. സൂപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർ ആൻഡ് എബവ് അല്ലെ, ഏറ്റവും ഉന്നതമായത് അല്ലെ, ഏറ്റവും മുകളിലുള്ള ഓവർ ആൻഡ് എബവ്. ആൻഡ് വിഷൻ മീൻസ് ടു സീ, കാണുക. അതുകൊണ്ട് സൂപ്പർവൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂപ്പർവൈസിംഗ് മീൻസ് ഓവർസീയിങ് ദ ആക്ടിവിറ്റി. അതുകൊണ്ട് സൂപ്പർവൈസിംഗിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ചെയ്യുന്ന പ്രവർത്തനത്തെ മേൽനോട്ടം വഹിക്കുക എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സൂപ്പർവൈസിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓവർസീയിങ് ദി ആക്ടിവിറ്റി. ഇൻ മാനേജ്മെന്റ് സൂപ്പർവിഷൻ മീൻസ് ഓവർസീയിങ് ദ സബോർഡിനേറ്റ്സ് അറ്റ് വർക്ക്. മാനേജ്മെന്റില് സൂപ്പർവിഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? കീഴ് ജീവനക്കാരെ അവരുടെ ജോലിയിൽ മേൽനോട്ടം വഹിക്കുക എന്നതാണ്. കീഴ് ജീവനക്കാരെ അവരുടെ ജോലിയിൽ മേൽനോട്ടം വഹിക്കുക എന്നതാണ് സൂപ്പർവിഷൻ എന്ന പദം കൊണ്ട് മാനേജ്മെന്റിൽ അർത്ഥമാക്കുന്നത്. It refers to direct and immediate guidance and control of subordinates in performing their tasks in accordance with the plans and policies of the enterprise. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതായത്
സബോർഡിനേറ്റിനെ ഏറ്റവും അടുത്ത് തൊട്ട് ഇമ്മീഡിയറ്റ് വർക്കേഴ്സിന്റെ തൊട്ട് മുകളിലുള്ള ആളുകളാണല്ലോ സൂപ്പർവൈസേഴ്സ്. അവര് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് ആ ഓർഗനൈസേഷന്റെ പ്ലാൻസും പോളിസീസും ഒക്കെ നടപ്പിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനുള്ള പ്രവർത്തനത്തെയാണ് ഇതെന്ന് പറയുന്നത് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. The person who supervises the subordinates is called supervisor. അനുയായികളെ സൂപ്പർവൈസ് ചെയ്യുന്ന വ്യക്തിയെ എന്തെന്ന് വിളിക്കാം? സൂപ്പർവൈസർ എന്ന് വിളിക്കാം. He is also known as foreman, overseer, superintendent, section officer, etc. സൂപ്പർവൈസർ ഈ പേരുകളിലും അറിയപ്പെടും. നമ്മൾ ആ ലോവർ ലെവൽ മാനേജേഴ്സിന്റെ പേര് പഠിച്ചപ്പോൾ ഓർക്കുന്നില്ല ഇതെല്ലാം പറഞ്ഞത്? ഏതൊക്കെ പേരിൽ അറിയപ്പെടാം? ചിലപ്പോൾ ഫോർമാൻ എന്നായിരിക്കും ഓർഗനൈസേഷനിൽ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഓവർസിയർ എന്നായിരിക്കും, സൂപ്പറിൻറ്റൻഡന്റ് ഓർ സെക്ഷൻ ഓഫീസർ എന്നൊക്കെ ആകാം അദ്ദേഹം അറിയപ്പെടുന്നത്. ഓരോ ഓർഗനൈസേഷനിലും പല പേരുകളിലായിരിക്കും അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ്, സൂപ്പർവിഷന്റെ പ്രാധാന്യം അല്ലെങ്കിൽ റോൾ, ഫങ്ഷൻസ് ഓഫ് സൂപ്പർവിഷൻ അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് സൂപ്പർവൈസർ എന്നൊക്കെ ചോദിച്ചെന്നാൽ എഴുതേണ്ടതാണ് ഈ സെക്ഷനിൽ വരുന്ന പാഠഭാഗങ്ങൾ. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ SCERT ടെക്സ്റ്റ് ബേസ്ഡ് നോട്ട്സ് കൂടി ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. Elements of direction. The process of directing involves guiding, instructing, motivating, leading the people in an organization to achieve organizational objectives. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ? ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള ആളുകൾക്ക് ആവശ്യമായ ഗൈഡൻസ്, മാർഗനിർദ്ദേശങ്ങളും ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങളും പ്രചോദനങ്ങളും നേതൃത്വവും ഒക്കെ നൽകുന്ന പ്രോസസ്സിനാണ് ഡിറക്ഷൻ എന്ന് പറയുന്നത്. The activities related to directing may broadly be grouped into 4 categories which are termed as elements of directing. ഈ ഡിറക്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളെ മെയിൻ ആയിട്ടും 4 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അവയാണ് ഡിറക്റ്റിംഗിന്റെ എലമെന്റ്സ് എന്ന് അറിയപ്പെടുന്നത്. These are first supervision, second motivation, third leadership, fourth communication. First, supervision. The term supervision can be understood in 2 ways. Supervision എന്ന പദം 2 രീതിയിൽ അർത്ഥമാക്കാം. Firstly, it can be understood as an element of directing. അതായത് ഇത് ഡിറക്റ്റിംഗ് എന്ന ഫംഗ്ഷന്റെ ഒരു എലമെന്റ് എന്ന നിലയിൽ കണക്കാക്കാം. Secondly, supervision as a function performed by supervisors in the organizational hierarchy. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ഹയറാർക്കിയിലെ അധികാര ശ്രേണിയിലെ സൂപ്പർവൈസർ എന്ന് പറയുന്ന ആ മാനേജർ, ലോവർ ലെവൽ മാനേജർ ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന നിലയിലും കണക്കാക്കാം. അപ്പൊ 2 രീതിയിലാണ് ഈ പദത്തെ നമ്മൾ അർത്ഥമാക്കുന്നത്. ഒന്ന് എലിമെന്റ് ഓഫ് ഡയറക്ഷൻ എന്ന രീതിയിൽ, അതുപോലെ തന്നെ അധികാര ശ്രേണിയിലെ ഓർഗനൈസേഷണൽ ഹയറാർക്കിയിലെ ലോവർ ലെവൽ മാനേജേഴ്സിൽ വരുന്നതാണല്ലോ സൂപ്പർവൈസേഴ്സ്, അവര് പെർഫോം ചെയ്യുന്ന പ്രവർത്തനം എന്ന നിലയിലും. Supervision being an element of directing, every manager in the organization supervises his subordinates. ഇനി ഡയറക്ഷന്റെ എലമെന്റ് എന്ന നിലയിൽ സ്ഥാപനത്തിലെ എല്ലാ മാനേജർമാരും അവരുടെ കീഴിലുള്ള ജീവനക്കാരുടെ മേൽനോട്ടം നിർവഹിക്കേണ്ടതാണ് അല്ലെ? എല്ലാ മാനേജർമാരും തന്റെ സ്ഥാപനത്തിലെ കീഴ് ജീവനക്കാരുടെ മേൽനോട്ടം നിർവഹിക്കേണ്ടതാണ്. In this sense, supervision can be understood as the process of guiding the efforts of employees and other resources to accomplish the desired objectives. അപ്പൊ ഈ ഒരു അർത്ഥത്തില് സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി ജീവനക്കാരുടെ പ്രവർത്തനങ്ങൾക്ക് വഴികാട്ടുകയും മറ്റു വിഭവങ്ങളുടെ പരമാവധി ഉപയുക്തത ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് സൂപ്പർവിഷൻ എന്ന് മനസ്സിലാക്കാം. It means overseeing what is being done by subordinates and giving instructions to ensure optimum utilization of resources and achievement of work targets. അതായത് കീഴ് ജീവനക്കാരുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയും
വിഭവങ്ങളുടെ പരമാവധി ഉപയോഗം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി അതിലൂടെ തൊഴിൽ ലക്ഷ്യം നേടിയെടുക്കലാണ് മേൽനോട്ടം എന്ന് പറയാം. ഇനി അടുത്ത പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താ പറയുന്നത് നോക്കാം. ഇൻ അനദർ പോയിന്റ് ഓഫ് വ്യൂ, supervision can be understood as the function to be performed by a supervisor, a managerial position at the operative level. രണ്ടാമതായി പ്രവർത്തന തലത്തിലെ, അതായത് തൊഴിലാളികൾക്ക് തൊട്ടു മുൻപുള്ള സംഘടനാ ശ്രേണിയിലെ മാനേജർമാർ അഥവാ സൂപ്പർവൈസർ ചെയ്യുന്ന ഒരു ധർമ്മമാണ് മേൽനോട്ടം, അല്ലെ? അപ്പൊ നമുക്കറിയാം മാനേജ്മെന്റ് ഹയറാർക്കിയില് ടോപ്പ്, മിഡില്, ലോവർ. അതില് ലോവർ ലെവലിലെ മാനേജേഴ്സ് പെർഫോം ചെയ്യുന്ന വർക്കുകളാണ് ഇതിനകത്ത് വരുന്നത്, സൂപ്പർവിഷനകത്ത് വരുന്നത്. The functions of the supervisor are vital to any organization because he is directly related with workers. അപ്പൊ തൊഴിലാളികളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതിനാല് ഈ സൂപ്പർവൈസറുടെ പ്രവർത്തനങ്ങളും പ്രകടനങ്ങളും ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവരാണല്ലോ എംപ്ലോയീസുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകുന്നവര്. In this sense, supervisor acts as a connecting link between workers and management. ഈ ഒരു തരത്തിൽ പറഞ്ഞാല് മാനേജ്മെന്റിനെയും വർക്കേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന, അതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കണ്ണിയാണ് ആരെന്ന് പറയാം, സൂപ്പർവൈസർ എന്ന് പറയാം. ഇനി നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് സ്ലൈഡ് നോക്കിയിട്ട് വരാം. ഫസ്റ്റ് പോയിന്റ്, ഡേ ടു ഡേ കോണ്ടാക്ട് വിത്ത് ദ വർക്കേഴ്സ്. അതായത് ജോലിക്കാരുമായിട്ട് നിരന്തര ബന്ധം പുലർത്തുന്നു, അല്ലെ? അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഇത് ഹെഡിങ് ആയിട്ട് കൊടുത്തുകൊണ്ട് ഇനി തരുന്ന നോട്ടിലെ ഭാഗം എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുക്കുക. Importance of supervision. The importance of supervision can be understood from the following multiple roles performed by a supervisor. സൂപ്പർവിഷന്റെ പ്രാധാന്യം താഴെ തന്നിരിക്കുന്ന, അതായത് സൂപ്പർവൈസർ പെർഫോം ചെയ്യേണ്ടുന്ന മൾട്ടിപ്പിൾ റോൾസ് എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് സൂപ്പർവിഷന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പരീക്ഷയ്ക്ക് 5 മാർക്കിന്റേതൊക്കെ വരെയായിട്ട് ചോദിക്കാം. അതുകൊണ്ടാണ് സ്ലൈഡിലെ ഇനഫ് അല്ല എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ സ്ലൈഡിലെ പോയിന്റ് ഹെഡിങ് ആയിട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഇത് എക്സ്പ്ലനേഷൻ ആയിട്ട് കാണിക്കാം. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താണ്? മെയിൻറ്റെയിൻ ഡേ ടു ഡേ കോണ്ടാക്ട് വിത്ത് ദി വർക്കേഴ്സ്. Supervisor maintains day-to-day contact and friendly relations with the workers. സൂപ്പർവൈസർ ആണ് വർക്കേഴ്സുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവരാണ് ഏറ്റവും അടുത്ത ഫ്രണ്ട്ലി റിലേഷൻസ്, വർക്കേഴ്സുമായിട്ട് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? സൂപ്പർവൈസേഴ്സ് ആണ്. അല്ലാതെ ടോപ്പ് ലെവൽ മാനേജേഴ്സോ മിഡിൽ ലെവൽ മാനേജേഴ്സോ അല്ല. അതിനപ്പുറം സൂപ്പർവൈസേഴ്സിനാണ് ഈ വർക്കേഴ്സുമായിട്ട് ഏറ്റവും അടുത്ത ഫ്രണ്ട്ലി റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്. എ ഗുഡ് സൂപ്പർവൈസർ ആക്ട്സ് ആസ് എ ഗൈഡ്, ഫ്രണ്ട് ആൻഡ് ഫിലോസഫർ ടു ദ വർക്കേഴ്സ്. അപ്പൊ ഒരു നല്ല സൂപ്പർവൈസർ നല്ലൊരു തൊഴിലാളികളുടെ ഒരു നല്ല മാർഗനിർദ്ദേശകനായിരിക്കും, നല്ലൊരു സുഹൃത്തായിരിക്കും, നല്ലൊരു തത്വചിന്തകനായിരിക്കും. ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് ഒരു സൂപ്പർവൈസർ എന്ന് പറയുന്നത് ആരൊക്കെ ആയിരിക്കും? നല്ലൊരു ഗൈഡാണ്, ഫ്രണ്ടാണ്, ഫിലോസഫർ ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലായല്ലോ. അപ്പൊ എന്ത് ചെയ്യുന്നു സൂപ്പർവൈസർ? മെയിൻറ്റെയിൻ ഡേ ടു ഡേ കോണ്ടാക്ട് വിത്ത് ദി വർക്കേഴ്സ്. നെക്സ്റ്റ് പോയിന്റ്, ലിങ്ക് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ്. മാനേജ്മെന്റിനെയും എംപ്ലോയീസിനെയും തമ്മില് കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് ആയിട്ട് വർക്ക് ചെയ്യുന്നു. നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. സൂപ്പർവൈസർ ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ്. വർക്കേഴ്സിനും മാനേജ്മെന്റിനും ഇടയിലുള്ള ഒരു കണ്ണിയായിട്ട് ഈ സൂപ്പർവൈസേഴ്സ് ആക്ട് ചെയ്യുന്നു. അതുവഴി മാനേജ്മെന്റിന്റെ നയങ്ങൾ തൊഴിലാളികളെ അറിയിക്കുകയും തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മാനേജ്മെന്റിനെ അറിയിക്കുകയും ചെയ്യുന്നു. This role played by supervisor helps to avoid misunderstanding and conflicts between management and workers. ഇത്തരത്തില് ചെയ്യുന്നത് വഴി തൊഴിലാളികൾക്കും മാനേജ്മെന്റിനും ഇടയിലുള്ള ഒരു കണ്ണിയായി വർത്തിക്കുന്നത് വഴി അവർക്കിടയിലുള്ള കോൺഫ്ലിക്ട്സും
മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ഇല്ലാതാക്കാനായിട്ട് സൂപ്പർവൈസർക്ക് സാധിക്കുന്നു. അപ്പൊ സൂപ്പർവൈസർ ആക്ട്സ് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ്. അങ്ങനെ ലിങ്ക് ആയിട്ട് വർത്തിച്ചുകൊണ്ട് മാനേജ്മെന്റിന്റെ നയങ്ങള് തൊഴിലാളികളെ അറിയിക്കുകയും തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മാനേജ്മെന്റിനെ അറിയിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇത്തരത്തില് അവർക്കിടയിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കോൺഫ്ലിക്ട്സും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് നല്ലൊരു ഇടനിലക്കാരനായിട്ട് വർക്ക് ചെയ്യുന്നതിന് സാധിക്കുന്നു. തേർഡ് പോയിന്റ്, മെയിൻറ്റെയിൻസ് ഗ്രൂപ്പ് യൂണിറ്റി. ഗ്രൂപ്പ് ഐക്യം നിലനിർത്തുന്നു. Supervisor maintains group unity by ensuring harmony among the workers in his group. അല്ലേ? Explanation കൂടി നോക്കാം. Supervisor plays a key role in maintaining group unity among workers placed under his control. അതായത് തന്റെ കീഴില് നിയമിച്ചിരിക്കുന്ന വർക്കേഴ്സിന്റെ ഇടയിൽ ഒരു ഗ്രൂപ്പ് ഐക്യം ഉണ്ടാക്കിയെടുക്കുന്നത് ആരാണ്? അതിന് സൂപ്പർവൈസർ ആണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. ഹി സോർട്സ് ഔട്ട് ഇന്റേണൽ ഡിഫറൻസസ് ആൻഡ് മെയിൻറ്റെയിൻസ് ഹാർമണി എമംഗ് വർക്കേഴ്സ്. അപ്പൊ അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു തീർക്കുകയും തൊഴിലാളികൾക്കിടയിൽ യോജിപ്പ് ഉണ്ടാക്കുകയും ചെയ്യുന്നത് വഴി ഇത്തരത്തില് സൂപ്പർവൈസർക്ക് ഗ്രൂപ്പിന്റെ ഐക്യം നിലനിർത്തുന്നതിന് സാധിക്കുന്നു. അപ്പൊ ഹെഡിങ് ആയിട്ട് കൊടുക്കുക മെയിൻറ്റെയിൻസ് ഗ്രൂപ്പ് യൂണിറ്റി. നെക്സ്റ്റ് പോയിന്റ്, എൻഷുവേഴ്സ് പെർഫോമൻസ് ഓഫ് വർക്ക്. ജോലിയുടെ നിർവഹണം ഉറപ്പുവരുത്തുന്നു. എൻഷുവേഴ്സ് പെർഫോമൻസ് ഓഫ് വർക്ക് ബൈ മോട്ടിവേറ്റിംഗ് ദ വർക്കേഴ്സ്. വർക്കേഴ്സിനെ പ്രചോദിപ്പിച്ചുകൊണ്ട് ജോലിയുടെ പെർഫോമൻസ് അവിടെ ഉറപ്പുവരുത്തുന്നു. ഫോർത്ത് പോയിന്റ്, സൂപ്പർവൈസർ എൻഷുവേഴ്സ് പെർഫോമൻസ് ഓഫ് വർക്ക് അക്കോർഡിംഗ് ടു ദി ടാർഗറ്റ് സെറ്റ്. അതായത് എന്ത് ടാർഗറ്റ്സ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ടാർഗറ്റ് നേടിയെടുക്കുന്നതിന് അത് നേടി എന്നുള്ള കാര്യം സൂപ്പർവൈസർ എന്ത് ചെയ്യുന്നു? ഉറപ്പാക്കുന്നു, എൻഷുർ ചെയ്യുന്നു. ഹി ടേക്സ് റെസ്പോൺസിബിലിറ്റി ഫോർ ടാസ്ക് അച്ചീവ്മെന്റ് ആൻഡ് മോട്ടിവേറ്റ്സ് ഹിസ് വർക്കേഴ്സ് ഇഫക്റ്റീവ്ലി. അതുപോലെ തന്നെ ലക്ഷ്യപ്രാപ്തിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും തൊഴിലാളികളെ ഫലപ്രദമായി പ്രചോദിപ്പിക്കുകയും വഴി സൂപ്പർവൈസർ ജോലിയുടെ നിർവഹണം ഉറപ്പുവരുത്തുന്നു. നെക്സ്റ്റ് പോയിന്റ്, പ്രൊവൈഡ്സ് ഓൺ ദി ജോബ് ട്രെയിനിങ്. ഓൺ ദി ജോബ് ട്രെയിനിങ് നൽകുന്നു. സൂപ്പർവൈസർ ആണ് ഓൺ ദി ജോബ് ട്രെയിനിങ് നൽകുന്നത്. നോക്കുക, എക്സ്പ്ലനേഷൻ നോക്കാം. Supervisor provides good on-the-job training to the workers and employees. A skilled and knowledgeable supervisor can build efficient team of workers. നല്ല നേതൃത്വ പാഠവുമുള്ള വിദഗ്ധനായ ഒരു സൂപ്പർവൈസർക്ക് ജോലിക്കാരുടെ മൊറയിൽ അല്ലെങ്കിൽ മനോവീര്യം ശക്തിപ്പെടുത്താൻ കഴിയുന്നു. അങ്ങനെ സൂപ്പർവൈസർക്ക് ജോലിക്കാരെ സ്വാധീനിക്കുവാനും ഏറ്റവും നല്ല രീതിയിൽ ആ വർക്ക് ചെയ്യിച്ചെടുക്കുവാനും സാധിക്കുന്നു. അപ്പൊ എന്തിനു സാധിക്കുന്നു? ജോലിക്കാർക്ക് ഓൺ ദി ജോബ് ട്രെയിനിങ് കൊടുക്കുന്നതിന് സൂപ്പർവൈസർ ജോലിക്കാർക്ക് ജോലി സ്ഥലത്ത് വെച്ച് തന്നെ എന്ത് കൊടുക്കുന്നു? ഓൺ ദി ജോബ് ട്രെയിനിങ് നൽകുന്നു. അങ്ങനെ വൈദഗ്ധ്യമുള്ള ഒരു സൂപ്പർവൈസർക്ക് ജോലിക്കാരുടെ കാര്യക്ഷമമായ ഒരു ടീമിനെ കെട്ടിപ്പടുക്കുന്നതിന് സാധിക്കുന്നു. അതായത് ഏറ്റവും ജോലിക്കാരുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആരാണ്? സൂപ്പർവൈസർ ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യുന്നു? സൂപ്പർവൈസർ ജോലിക്കാർക്ക് ആ ജോലി സ്ഥലത്ത് വെച്ച് തന്നെ പരിശീലനം നൽകുന്നു. അങ്ങനെ വൈദഗ്ധ്യമുള്ള ഒരു നല്ല ഒരു കാര്യക്ഷമമായ ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സൂപ്പർവൈസർക്ക് സാധിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ്, ഇൻഫ്ലുവൻസസ് വർക്കേഴ്സ്. ജോലിക്കാരെ സ്വാധീനിക്കുന്നതിന് സാധിക്കുന്നു. ഇൻഫ്ലുവൻസസ് വർക്കേഴ്സ് ത്രൂ ഇഫക്റ്റീവ് സൂപ്പർവിഷൻ. അതായത് നല്ല സൂപ്പർവിഷൻ കൊടുത്തുകൊണ്ട് അവിടെയുള്ള ജോലിക്കാരെ എല്ലാം സ്വാധീനിച്ച് നല്ല രീതിയിൽ ജോലി ചെയ്യിച്ചെടുക്കുന്നതിന് സാധിക്കുന്നു. Supervisory leadership plays a key role in influencing the workers in the organization. A supervisor with good leadership qualities can build up a high morale among workers. അതായത് നല്ല നേതൃപാഠവുമുള്ള വിദഗ്ധനായ ഒരു സൂപ്പർവൈസർക്ക് ജോലിക്കാരുടെ മൊറാലിറ്റി അല്ലെങ്കിൽ മനോവീര്യം ശക്തിപ്പെടുത്താനായിട്ട് കഴിയുന്നു. അങ്ങനെ സൂപ്പർവൈസർക്ക് ജോലിക്കാരെ സ്വാധീനിക്കുവാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ്, പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക്. This will lead to better performance and developing the work skill. അതായത് ഫീഡ്ബാക്ക് നൽകുന്നു.
A good supervisor analyzes the work performed and gives feedback to the workers. He suggests ways and means of developing work skills. ചെയ്ത ജോലിയുടെ വിശകലനം വഴി തൊഴിലാളികൾക്ക് അവരുടെ പ്രകടനത്തെ പറ്റിയുള്ള ഫീഡ്ബാക്ക് ലഭ്യമാക്കി കൊടുക്കുന്നു. അത് കൂടുതൽ മികച്ച പ്രകടനം ഉറപ്പുവരുത്താനും ജോലിയുടെ വൈദഗ്ധ്യം മെച്ചപ്പെടുത്താനുമുള്ള നിർദ്ദേശങ്ങൾ നൽകാനുമൊക്കെ ഇത്തരത്തിലുള്ള ഫീഡ്ബാക്ക് സഹായിക്കുന്നു. സൂപ്പർവൈസർ ഓരോ ജോലിയുടെയും ഫീഡ്ബാക്ക് റിപ്പോർട്ട് കൊടുക്കും അല്ലെ മേലധികാരികൾക്ക്. അതുപോലെ തന്നെ ഇനിയും കൂടുതൽ എന്തൊക്കെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യണമെന്നുള്ളത് ജോലിയുടെ വൈദഗ്ധ്യം മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങളൊക്കെ ജോലിക്കാർക്കൊക്കെ നൽകുകയും ചെയ്യുന്നു. ഇത്രയുമാണ് സൂപ്പർവിഷന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സൂപ്പർവൈസറുടെ ഫങ്ഷൻസ് എന്നൊക്കെ ചോദിച്ചെന്നാൽ എഴുതേണ്ടത് ഇതൊക്കെയാണ്. അതായത് നോക്കിയാൽ ഞാൻ ആദ്യം ഒരു കേസ് പറഞ്ഞില്ലായിരുന്നോ, അതിനകത്തൂടെ ഒന്ന് കടന്നു പോന്നേ. അതിനകത്ത് എന്തായിരുന്നു ചെയ്തത്? കോൺട്രാക്ടറായ ജോർജ് ആരെയാണ്? അനു മോഹനെയല്ലേ നമ്മൾ ഏൽപ്പിച്ചത് വർക്ക്. അപ്പൊ അദ്ദേഹം എന്തൊക്കെ ചെയ്തു എന്നൊന്ന് ചിന്തിച്ചാൽ മതി അല്ലെ. അനു എന്ത് ചെയ്തു? അവിടെ വന്ന് പ്ലാൻസ് തയ്യാറാക്കി വർക്കേഴ്സിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തു അല്ലെ. അപ്പൊ വർക്കേഴ്സുമായിട്ട് ഡേ ടു ഡേ കോണ്ടാക്ട് ഉണ്ടായത് ആർക്കായിരുന്നു? അനുവിനായിരുന്നു അല്ലെ. അപ്പൊ ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് എന്താണ്? ഡേ ടു ഡേ കോണ്ടാക്ട് വിത്ത് ദി വർക്കേഴ്സ്. നെക്സ്റ്റ്, ലിങ്ക് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ്. നമ്മുടെ കേസിൽ ആരായിരുന്നു മാനേജർ? മിസ്റ്റർ ജോർജ് ആയിരുന്നു അല്ലെ. മിസ്റ്റർ ജോർജും എംപ്ലോയീസും ഇവർക്കിടയിൽ നിന്ന് കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് ചെയ്തത് ആരാണ്? അനു എന്ന് പറയുന്ന സൂപ്പർവൈസർ ആണ് അല്ലെ. നെക്സ്റ്റ്, മെയിൻറ്റെയിൻസ് ഗ്രൂപ്പ് യൂണിറ്റി. എംപ്ലോയീസ് എന്ന് പറയുന്നത് പല തലത്തിൽ നിന്ന് വന്ന പല അഭിപ്രായങ്ങളിലുള്ള വ്യത്യാസങ്ങളുള്ള എംപ്ലോയീസ് ആയിരിക്കും അവിടെയുള്ളത്. അവർക്കിടയിൽ ഗ്രൂപ്പ് യൂണിറ്റി കൊണ്ടുവരുന്നതിന് ആരാ സഹായിച്ചത്? ഈ സൂപ്പർവൈസർ ആണ്. നെക്സ്റ്റ്, എൻഷുർ പെർഫോമൻസ് ഓഫ് വർക്ക് അല്ലെ. വർക്കിന്റെ പെർഫോമൻസ് ഉറപ്പാക്കി, അതായത് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തുകൊണ്ട് ചെയ്യേണ്ട ജോലികൾ ഓരോരുത്തർക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അത് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പരിശോധിച്ചത് ആരാണ്? സൂപ്പർവൈസർ ആണ്. അതുപോലെ തന്നെ പ്രൊവൈഡ്സ് ഓൺ ദ ജോബ് ട്രെയിനിങ്. പരിശീലനങ്ങൾ ആവശ്യമുള്ളവർക്ക് അതിനാവശ്യമായ ഓൺ ദി ജോബ് ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? സൂപ്പർവൈസർ ആണ്. നെക്സ്റ്റ്, ഇൻഫ്ലുവൻസസ് വർക്കേഴ്സ്. വർക്കേഴ്സിനെ സ്വാധീനിച്ച് നല്ല ലീഡർഷിപ്പ് മികവോടുകൂടി അനു എന്ത് ചെയ്തു? വർക്കേഴ്സിനെ സ്വാധീനിച്ച് അവരുടെ മൊറാലിറ്റി ഇൻക്രീസ് ചെയ്ത് അവരുടെ അങ്ങനെ അത്തരത്തില് ആ വർക്കുകളെല്ലാം നല്ല രീതിയിൽ ചെയ്യിച്ചെടുക്കാൻ അനുവിന് സാധിച്ചു. നെക്സ്റ്റ്, പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക്. അനു എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്? സമയാസമയങ്ങളില് തന്റെ മാനേജർക്ക്, അതായത് ജോർജിന് എന്ത് ചെയ്തു? കോൺട്രാക്ടറായ ജോർജിന് റിപ്പോർട്ടുകൾ ഓരോ സമയങ്ങളിൽ റിപ്പോർട്ടുകൾ സമർപ്പിച്ചു. അതുപോലെ തന്നെ എംപ്ലോയീസിനാണെങ്കിലും ജോലിയുടെ കാര്യങ്ങൾ എന്തെങ്കിലും മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ എംപ്ലോയീസിനും നൽകി. അതുപോലെ തന്നെ ടോപ്പ് മാനേജർക്ക്, അതായത് കോൺട്രാക്ടർക്ക് ആവശ്യമായ റിപ്പോർട്ടുകളും പ്രൊവൈഡ് ചെയ്തു. ഇതൊക്കെയാണ് സൂപ്പർവൈസറുടെ ഫങ്ഷൻസ് അല്ലെങ്കിൽ സൂപ്പർവിഷൻ എന്ന് പറയുന്ന ഫങ്ഷന്റെ ഇമ്പോർട്ടൻസ്. ഇതൊക്കെ ചോദിച്ചെന്നാൽ എഴുതേണ്ടത് ഒരു 5 മാർക്കിന്റേതായിട്ടുള്ള രീതിയിൽ വരെ പ്രിപ്പയർ ചെയ്യണം. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.